താനും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അക്കാലത്തൊക്കെ അത് വലിയ വിജയമായിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നും പറയുകയാണ് നടൻ റഹ്മാൻ. മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു റഹ്മാൻ. പണ്ട് ഫോണിലൂടെയൊക്കെയാണ് സിനിമയുടെ കഥ കേൾക്കാറുള്ളതെന്നും സ്ക്രിപ്റ്റ് വിശദമായി നോക്കാറില്ലായിരുന്നുവെന്നും റഹ്മാൻ പറയുന്നുണ്ട്. അന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമെല്ലാം താൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ മലയാളത്തിൽ വൺ മാൻ ഷോ ആയിട്ടുള്ള ചിത്രങ്ങൾ മാത്രമാണ് ഇറങ്ങുന്നതെന്നും റഹ്മാൻ പറഞ്ഞു. മലയാളത്തിൽ ഒരു ഓൺലൈൻ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു റഹ്മാൻ. പണ്ട് മലയാളത്തിൽ കഥ പറഞ്ഞിരുന്നത് ഫോണിൽ വിളിച്ചിട്ടൊക്കെയായിരുന്നു. ഇന്നത്തെ പോലെ ഓരോ സീനും വായിച്ച് സ്ക്രിപ്റ്റ് മുഴുവൻ നോക്കി എല്ലാം നോക്കി അല്ലായിരുന്നു അന്ന് സിനിമ ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല എന്നും റഹ്മാൻ പറയുന്നു. പിന്നെ അന്നത്തെ സിനിമകളിൽ വൺ മാൻ ഷോ കളികൾ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും ഒരേപോലെയായിരുന്നുവെന്നും താനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എത്രയോ പടങ്ങൾ ഒന്നിച്ചു ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഥാപാത്രം ചെയ്തിട്ട് അങ്ങ് പോകും, കണ്ടു കണ്ടറിഞ്ഞു എന്നൊക്കെയുള്ള സിനിമയിൽ 3 പേരും ഒരുമിച്ചുണ്ട്. അതൊക്കെ വലിയ വിജയമായ സിനിമയാണെന്നും അതിൽ ഞങ്ങൾ 3 പേരും 3 കഥാപാത്രമായിരുന്നുവെന്നും വലിയ വിജയമായ സിനിമയായിരുന്നു അതെന്നും റഹ്മാൻ പറയുന്നു. അതിൽ ഇയാൾക്ക് റോൾ കൂടിപ്പോയി അല്ലെങ്കിൽ മറ്റേ ആൾക്ക് കുറഞ്ഞു, എനിക്ക് ഫൈറ്റ് ഇല്ല എന്നൊന്നും വഴക്കുകളില്ലായിരുന്നു. അന്നത്തെ സിനിമകൾ അങ്ങനെയായിരുന്നു, കഥകളും അങ്ങനെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ വൺ മാൻ ഷോകളാണ് അധികവും വരുന്നതെന്നാണ് റഹ്മാന്റെ വാക്കുകൾ. അതേസമയം പത്മരാജൻ മലയാളത്തിന് സമ്മാനിച്ച നടനാണ് റഹ്മാൻ. 90കളിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം തന്റേതായ ഒരു സ്ഥാനം മലയാളത്തിൽ നേടാൻ റഹ്മാന് കഴിഞ്ഞിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച കഥാപാത്രങ്ങളുടെ ഭാഗമാകാൻ സാധിച്ച റഹ്മാൻ പിന്നീട് അന്യഭാഷകളിലും തിളങ്ങി. മലയാളത്തിലേക്കുള്ള 2ാം വരവിലും മികച്ച വേഷങ്ങളുടെ ഭാഗമാകാൻ റഹ്മാന് സാധിച്ചു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.